വരുന്ന ഇലക്ഷനിൽ വിജയ് ജയിക്കുമോ എന്ന് തമിഴ്നാട്ടിൽ പോയി ചോദിച്ചാലോ? ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി ഒരു ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് കളിക്കാൻ തമിഴ്നാട്ടിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് വിജയുടെ പാർട്ടി കൂടി കണ്ടതോടെ മനസ്സിലൊരു കാര്യം വന്നു. ഈ വരുന്ന ഇലക്ഷനിൽ വിജയ് ജയിക്കുമോ? കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. 234 സീറ്റുള്ളതിൽ 118 ജയിച്ചാൽ മാത്രമേ വിജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വരാൻ പറ്റൂ. പോകുന്ന വഴി നമ്മുടെ പയ്യന്മാരെയും പിക്ക് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ചോദ്യമാണ്. എന്തു തന്നെയായാലും നമ്മുടെ മാച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യം നോക്കാം. അങ്ങനെ നമ്മൾ ചേസ് ചെയ്ത് നമ്മുടെ കളി ജയിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇനി ആ ചോദ്യവുമായി മുന്നോട്ട് പോകാം. ഒരു സിനിമയ്ക്ക് 150 കോടി ശരാശരി പ്രതിഫലം വാങ്ങുന്ന വിജയ് എന്തിന് രാഷ്ട്രീയത്തിലേക്ക് വന്നു? പണം സമ്പാദിക്കാനാണോ? അല്ലെന്നാണ് എൻ്റെ പക്ഷം. പണം സമ്പാദിക്കാനായിരുന്നെങ്കിൽ വിജയ്ക്ക് ഒരുപാട് സിനിമകൾ ചെയ്താൽ മതിയായിരുന്നു. സാക്ഷാൽ കമലഹാസനും രജനീകാന്തും വരെ തോറ്റുപോയ രാഷ്ട്രീയത്തിൽ വിജയ് ഒരു ഇലക്ഷൻ മത്സരിക്കാൻ വരുമ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കണമെങ്കിൽ പാർട്ടി രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യണമായിരുന്നു. അത് വിജയ് ചെയ്തിട്ടുമുണ്ട്. അതിന് തെളിവാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. അണ്ണേ, വരുന്ന ഇലക്ഷനിൽ വിജയ് ജയിക്കുമോ? സാധാരണ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകാൻ വിജയ്ക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ വിജയ്ക്ക് തമിഴ്നാട്ടിലെ ഒരു ശക്തമായ പ്രതിപക്ഷമായി മാറാൻ സാധിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ഇലക്ഷനിൽ അത് വോട്ടായി മാറുമോ എന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.